ഇതാണ് JCB ഇറക്കി ചെയ്യുന്നപ്പോഴത്തേക്ക് അത് ക്ലിയറായിട്ട് വരണം. നന്നാട്ടി വെച്ച് വെട്ടി എവിടെ തീരും അത്. എന്താ ചെയ്യുക, ഞാൻ ഇതിലൊക്കെ എന്തെല്ലാം കൃഷി ഇറക്കി നോക്കി, ഓരോരുത്തരും വാഴ തെങ്ങ് വെച്ച് നോക്കി, എല്ലാം നശിപ്പിച്ചു. ഇനി ഞാൻ റബ്ബർ തന്നെ വയ്ക്കുന്നു. ആകുമ്പോൾ റബ്ബർ ബോർഡിൽ കംപ്ലൈൻറ്റ് ചെയ്ത ഇവന്മാർ ഓടിയാൻ വിളിക്കില്ല. എന്താ ചെയ്യുക, ഈ കയറ്റിറക്കാൻ ഭൂമിയായിപ്പോയില്ലേ. നല്ല മണ്ണ്, വളക്കൂറുള്ള മണ്ണ്, മണിക്കൂറിന് 900 രൂപ, 1000 രൂപ ഇത് കൊണ്ട് ഇറക്കുന്നതിന്, കയറ്റുന്നതിന്. പൈസ എവിടെ പോകണം നോക്ക്. 3 ദിവസം ചുമ്മാ ഒരാളെ വിട്ട് ഞാനുമായിട്ട് ഇവിടെ ഇടിച്ച് ഇതാ കാണുന്നത്. പിന്നെയാണ് ഇന്നലെ ഒരാളെടുത്ത് പറഞ്ഞു ഇങ്ങനെ ചെറിയ വണ്ടി ഇന്നടുത്തുണ്ട്. അയാളെ വിളിച്ച് അയാൾ വന്ന് വൈകുന്നേരം നോക്കി ഇന്ന് കൊണ്ട് ഇറക്കി. ഇവിടെ നമുക്ക് റോഡ് സൈഡ് സ്ഥലമില്ലല്ലോ. 1-2 പേരെടുത്ത് ചോദിച്ച അവന്മാർ ഒന്നും പറഞ്ഞില്ല. ഞാൻ ബലാക്കാരായിട്ട് ഇറക്കി, വേണമെടുത്ത് കാണാം. അമ്മമാരോട് തറ വെറുതെ ഇല്ല കിടന്നു. ഇന്നാളത്തേക്ക് ഇന്നലെ ഇല്ലാത്ത കൊച്ചു പയ്യന്മാർ വസ്തുവും വെച്ചുകൊണ്ട് ആളായാമെന്ന് നമ്മളെന്ത് തേഞ്ഞു പോണതാ. ഒരു ചെറിയ ആട്ടോരത്രയുള്ള വണ്ടി, വലിയ വണ്ടിയായിരുന്നു. ഈ പെട്ടെന്ന് പണി തീരുമായിരുന്നു JCB. ഇത് പിന്നെ അത്രയും സമയമെടുക്കും, ചെറുതല്ലേ. അതിന് 1000 രൂപ മണിക്കൂറിന്. ഇത്രയും ഓരമ്പടുത്തി തന്നെ ഞാൻ മാറും. പൈസ വലിയ പോണത് എത്രയോ നമ്മളെ കയ്യിൽ നിന്ന് പോയി. എൻ്റെ പപ്പ റബ്ബർ വെച്ച്, പക്ഷേ ഏറാറ് താഴോട്ട് നമ്മാട്ടിപ്പണിയിൽ ചെയ്ത് വെച്ചാൽ ആര് വെട്ടാൻ പറഞ്ഞവന്മാർ വെട്ടാൻ പറ്റുമോ? ഇതേമാതിരി സ്റ്റെപ്പാക്കി ചെയ്യണ്ടേ. നമ്മാട്ടിപ്പണിക്കാരന്മാർ എവിടെ ചെയ്യും? ഇത് ഇയാൾ തന്നെ ഇട്ട് പൈസ എന്ന ആൾ. ചെറുപ്പക്കാരും മൺവെട്ടിപ്പണിക്ക് പറഞ്ഞില്ല. എല്ലാവരും പെയിൻറ്റിങ്, കോൺക്രീറ്റ് പണി ഇങ്ങനെ ആണ്. ആരോഗ്യമില്ല, വെള്ളം അടിച്ച് കിടക്കില്ലേ. ഇയാൾക്ക് എല്ല് തേയ്മാനമുണ്ട്. ഞാനുമായിട്ട് ഇന്ന് ഇടിച്ച്, ഇത്രയും ഇടിച്ചിട്ട് എൻ്റെ കൈയൊക്കെ ഇത് പൊള്ളി. 2 ദിവസത്തെ ഇടി. ഗ്ലൗസൊക്കെ ഇട്ടാണ് ഇടിച്ചത്. 2 വിരൽ പോയി. ഞാൻ ഇടിച്ചു കൊടുത്ത് ഇയാൾ കോരി കുറേ. എത്ര ഇത് ഞാൻ കണക്കാക്കി പോട്ട് 1 ലക്ഷം രൂപ പോയാലും ചെയ്യുക തന്നെ. ഇനി അത് താഴെ ഇടിഞ്ഞ് കിടക്കുകയാണ്. അത് ഇനി ചാക്കിൽ മണ്ണിട്ട് അടുക്കി കൊണ്ടുവരണം. കല്ലിറക്കി കഴിഞ്ഞാൽ കല്ല് ചുമന്നുകൊണ്ട് വരുന്നതിന് പൈസ കൊടുക്കും. എങ്ങനെ 2 ലക്ഷം രൂപ പോകും? ചുമ്മാ കൊണ്ട് തറയിൽ 2 ലക്ഷം രൂപ ഇടണം. എന്തിനാണ്? 2 പേരെ ജോലിക്ക് നിർത്തി കുറേ ചാക്ക് ഇതിൻ്റെ അകത്ത് കിടക്കുന്നു, ഈ വീട്ടിൻ്റെ അകത്ത്. ഇനി കുറേ ചാക്ക് കൂടെ വാങ്ങി സിമൻറ്റ് ചാക്കിൻ്റെ അകത്ത് മണ്ണ് നിറച്ചെടുക്കാം. എന്താ ചെയ്യുക, വാഴയൊക്കെ വെച്ച് വാഴയെല്ലാം അറുത്ത് നശിപ്പിച്ച് അതാണ് വളം ചെയ്യാതാക്കി തള്ളിയത്. 2 വർഷമായി ഈ വാഴകൾ ഇല അറുത്താൽ പിന്നെ അതവിടെ കുലയ്ക്കും. 2-3 കുല കിട്ടി. വിഷമില്ലാത്ത കാകൾ കിട്ടും. ഇവിടെ നല്ല വളമുണ്ടെന്ന് മണ്ണിൻ്റെ അടിയിൽ, നല്ല വളക്കൂറ് മണ്ണ്. മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണ് പൊന്ന് തരും. ഇത് ആൾക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് പരക്കം പറയുകയാണ്. വീട്ടുനടകൾ വർദ്ധന്മാർ എല്ലാം ബോംബെയിലും പേർഷ്യയിലും. ഇപ്പം പേർഷ്യക്ക് പറഞ്ഞു അവിടെ ഈ വഴക്കുണ്ടാക്കിയൊക്കെ മുങ്ങി കാട് പിടിച്ച്. എൻ്റെ സഹോദരന്മാർ വരെ അത് അങ്ങ് കിടക്കുന്നു, ഓരോരുത്തരും ചെയ്യുന്നില്ല. പൈസ പോണ പോട്ട്. ദൈവം എവിടെ കുടുങ്ങി മണ്ണിനെ സ്നേഹിക്കുമ്പോൾ മണ്ണ് ദൈവം നമുക്ക് തരും. നമ്മൾ അധ്വാന ഫലം ഒരിടം പോകില്ല.